last unit of third block, that is of Max Weber, and the heading of the unit is power and authority. Let us now examine the key concept of power and authority, that is in both ways, that is in the general sociological sense as well as in the specific Weberian context. Power, in ordinary usage, the term power means strength or the capacity to control. പവർ അല്ലെങ്കിൽ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനറി യൂസേജിൽ അർത്ഥമാക്കുന്ന എന്താണ്? ഇറ്റ് ഇസ് എ സ്ട്രെങ്ത് ഓർ കപ്പാസിറ്റി ടു കൺട്രോൾ. നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ആ കപ്പാസിറ്റി, ആ ശക്തി, അതിനെയാണ് നമ്മൾ പവർ എന്ന് സാധാരണ രീതിയിൽ പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ദ എബിലിറ്റി ഓഫ് ആൻ individual or group to fulfill its desires and implement its decisions and ideas. പക്ഷേ സോഷ്യോളജിസ്റ്റ് ഈ പവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇറ്റ് ആസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ആ എബിലിറ്റി, ശക്തി, ടു ഫുൾഫിൽ ഇറ്റ്സ് ഡിസയേഴ്സ്, അതിൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉള്ള ആ ശക്തി, ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് ഡിസിഷൻ ആൻഡ് ഐഡിയാസ്, അതുപോലെ ഗ്രൂപ്പിൻ്റെ വ്യക്തിയുടെയോ ഡിസിഷൻസ് അതുപോലെ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, മറ്റുള്ളവർ മനസ്സിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക, അതിനുള്ള ശക്തി, അതായിട്ടാണ് സോഷ്യോളജിസ്റ്റ് ഈ പവറിനെ കാണുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഈവൻ അഗൈൻസ്റ്റ് ദയർ വിൽ. അപ്പോൾ ഈ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ, മറ്റുള്ളവരുടെ ആ പെരുമാറ്റത്തിനെ അല്ലെങ്കിൽ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഉള്ള കഴിവ്. പക്ഷെ മറ്റുള്ളവർ അതിന് അനുകൂലമായിരിക്കണമെന്നില്ല, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഓർ കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഈവൻ എഗെയിൻസ്റ്റ് ദെയർ വിൽ. ഫോർ മാക്സ് വെബർ, പവർ ഈസ് ആൻ ആസ്പെക്ട് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്. എന്നാൽ മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ പവർ ഈസ് ആൻ ആക്സെപ്റ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങളിലെ ഒരു ആക്സെപ്റ്റ് ആണ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇമ്പോസിങ് വൺസ് വിൽ അപ്പോൺ ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ. Power is present in social interaction and creates situations of inequality. Power is present in social interaction. Social interactionsലൊക്കെ പവർ ഉണ്ടായിരിക്കും. ആൻഡ് ക്രിയേറ്റ്സ് സിറ്റുവേഷൻസ് ഓഫ് ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി ഉള്ളിടത്താണ് അത് അടിച്ചേൽപ്പിക്കാൻ പറ്റുക. രണ്ട് ആളുകൾ ഒരേ ഈക്വൽ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരാളുടെ ശക്തി മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻഇക്വാലിറ്റി ഉള്ളിടത്ത് power is present in social interaction and creates situations of inequality since the one who has power imposed on others. The impact of power varies from situation to situation. ഓരോ അവസരങ്ങൾക്കനുസരിച്ച് പവറിൻ്റെ ഇമ്പാക്റ്റ് അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓൺ ദ വൺ ഹാൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് ദ പവർഫുൾ ഇൻഡിവിജ്വൽ ടു എക്സർസൈസ് പവർ. ഒരു രീതി പറയുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് ദ പവർഫുൾ ഇൻഡിവിജ്വൽ. ശക്തിമാനായിട്ടുള്ള വ്യക്തി എക്സസൈസ് ചെയ്യണം പവർ, അയാളാണ് സാധാരണ ബലം ഉപയോഗിക്കുക. രണ്ടു കൂട്ടർ ഉണ്ടെങ്കിൽ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ് ഈസ് ഒപ്പോസ്ഡ് ഓർ റെസിസ്റ്റ് ബൈ അതേഴ്സ്. ഇനി മറ്റുള്ളവർ ഇതിനെ എങ്ങനെ ഒപ്പോസ് ചെയ്യും അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യും, അതിനെ ആശ്രയിച്ചിരിക്കും ഈ പവർ ഏൽപ്പിക്കല്. വെബർ says that power can be exercised in all walks of life. വെബറിന്റെ അഭിപ്രായത്തിൽ പവർ ക്യാൻ ബി എക്സർസൈസ്ഡ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ പവർ ക്യാൻ ബി എക്സർസൈസ്ഡ്. ഇതാണ് വെബർ പറയണം. വെബർ says that power can be exercised in all walks of life. ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ബാറ്റിൽ ഫീൽഡ് ഓർ പൊളിറ്റിക്സ്. ബാറ്റിൽ ഫീൽഡിലോ യുദ്ധഭൂമിയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ മാത്രമല്ല ഈ പവർ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, ഓൺ എ ലെക്ചർ പ്ലാറ്റ്ഫോം, അറ്റ് എ സോഷ്യൽ ഗ്യാതറിംഗ്, ഇൻ സ്പോർട്സ്, സയൻറ്റിഫിക് ഡിസ്കഷൻസ് ആൻഡ് ഈവൻ ത്രൂ ചാരിറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് പവർ കാണാൻ പറ്റും.
എവിടെയൊക്കെ മാർക്കറ്റ് പ്ലേസിൽ കാണാം, ലെക്ചർ പ്ലാറ്റ്ഫോമിൽ ചില അധികാരികൾ ഒരു പ്രസംഗം തുടങ്ങിയാൽ അവരുടെ ആ കാര്യങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നവൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയണത്. ഓൺ എ ലെക്ചർ പ്ലാറ്റ്ഫോം, അറ്റ് എ സോഷ്യൽ ഗ്യാതറിംഗ്, ഇൻ സ്പോർട്സ്, സയൻറ്റിഫിക് ഡിസ്കഷൻസ് ആൻഡ് ഈവൻ ദോ ചാരിറ്റിയുടെ ഫീൽഡിൽ പോലും നമുക്ക് ഈ പവർ അടിച്ചേൽപ്പിക്കുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഗിവിങ് alms or danam to a beggar is a subtle way of exercising your superior economic power. ഇപ്പം നമ്മൾ ഒരു ഭിക്ഷക്കാരന് എന്തെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ എക്സസൈസ് ചെയ്യണ എന്താണ്? എക്കണോമിക് പവറാണ്, സുപ്പീരിയർ എക്കണോമിക് പവർ. അയാളെക്കാളും കൂടുതൽ കയ്യിലുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് കൊടുത്തത് അല്ലേ? അപ്പം അതൊരു സുപ്പീരിയർ എക്കണോമിക് പവറാണ്. യു ക്യാൻ ബ്രിങ് എ സ്മൈൽ ഓഫ് ജോയ് ടു ദ ബഗേഴ്സ് ഫേസ് ഓർ എ ഫീലിംഗ് ഓഫ് despair by giving or refusing alms. ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പവർ? സോഴ്സസ് ഓഫ് പവർ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പവർ? വെബർ ഡിസ്കസ് ടു കോൺട്രാസ്റ്റിംഗ് സോഴ്സസ് ഓഫ് പവർ. രണ്ട് വ്യത്യസ്ത എതിരായിട്ടുള്ള സോഴ്സസ് ഓഫ് പവറിന് ഇവിടെ വെബർ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, പവർ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം constellation of interest that develop in a formally free market. അതായത് ഫോർ എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഷുഗർ കൺട്രോൾ സപ്ലൈസ് ഓഫ് ദെയർ പ്രൊഡക്ഷൻ ഇൻ ദ മാർക്കറ്റ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. ഒരു കൂട്ടം പ്രൊഡ്യൂസേഴ്സ് അവരുടെ നിയന്ത്രണത്തിലുള്ള ഷുഗർ കൺട്രോൾസിൻ്റെ അതിൻ്റെ സപ്ലൈ ഓഫ് ദെയർ പ്രൊഡക്ഷൻ ഇൻ ദ മാർക്കറ്റ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആരെ അങ്ങോട്ടേക്ക് കടത്തി വിടാതെ അവർ തന്നെ ആ കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുക. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയില്ല, അതുപോലെ. ആൻഡ് സെക്കൻഡ്, ആൻ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഓഫ് അതോറിറ്റി ദാറ്റ് അലോക്കേറ്റ്സ് ദ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ദ ഡ്യൂട്ടി ടു ഒബേ. ഇനി വേറൊരു രീതിയിൽ പവർ മറ്റുള്ളവരുടെ മേലിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഓഫ് അതോറിറ്റി. അത് അതോറിറ്റിയാണ്. അതോറിറ്റി കൊടുക്കുന്ന ആ ശക്തി, ദാറ്റ് പ്രയോഗിക്കുന്ന ആ ശക്തി, ദാറ്റ് അലോക്കേറ്റ്സ് ദ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ദ ഡ്യൂട്ടി ടു ഒബേ. അത് ആ അതോറിറ്റിക്ക് അങ്ങനെ കമാൻഡ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. മറ്റുള്ളവർക്ക്, ആ ഡ്യൂട്ടിയിലുള്ളവർക്ക് അത് അനുസരിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെയുള്ള അധികാരങ്ങൾ അതും ഒരു ബലം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പവർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ആർമി എ ജവാൻ ഈസ് ഒബ്ലൈസ്ഡ് ടു ഒബേ ദ കമാൻഡ് ഓഫ് ഹിസ് ഓഫീസ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയണത്, ഒരു പട്ടാളത്തിൽ ജവാൻ അയാളുടെ ഓഫീസറുടെ കമാൻഡ്സിനെ അനുസരിക്കുക. ദ ഓഫീസർ ഡിറൈവ്സ് ഹിസ് പവർ ത്രൂ ആൻ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഓഫ് അതോറിറ്റി. അപ്പൊ as you have seen in the last point, any discussion of power leads to us a തിങ്ക് അബൌട്ട് ഇറ്റ്സ് ലെജിറ്റിമസി. അപ്പോൾ രണ്ട് രീതിയിൽ പവർ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഒന്ന്, സാധാരണ ഒരുത്തൻ്റെ കഴിവ് കൊണ്ട്, ശക്തി കൊണ്ട് മറ്റുള്ളവർ ബലം പ്രയോഗിച്ച് മറ്റുള്ളവരുടെ അയാൾ പറയുന്നതിന് അനുസരിച്ച് അയാളുടെ കൺട്രോളിലാക്കുക. അത് ഒരു രീതിയിലുള്ളത്. മറ്റേ രീതിയിലാണെങ്കിൽ ഇവിടെ ഒരു ജവാന്റെ എക്സാമ്പിൾ, ഓഫീസർക്ക് ഒരു അധികാരമുണ്ട്, പക്ഷെ ആ അധികാരത്തിനെ ജവാൻ അനുസരിക്കണം. അതായത് അതൊരു നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ്. as you have seen in the last point, any discussion of power leads us to think about its legitimacy. It is legitimacy which according to Weber constitutes the കോർ പോയിന്റ് ഓഫ് അതോറിറ്റി. അപ്പൊ ഈ പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പവർ ആരുടെയെങ്കിലും ഒരു ശക്തിയാണ്, മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി അല്ലെങ്കിൽ കഴിവിനെ നമ്മൾ പവർ എന്ന് പറയും. ഇനി ഈ ശക്തി അല്ലെങ്കിൽ കഴിവ് തന്നെ നിയമാനുസൃതമായിട്ട് മറ്റുള്ളവരുടെ പേരിൽ പ്രയോഗിക്കുമ്പോഴേക്കും അയാൾക്കുള്ള ആ കഴിവിനെ നമ്മൾ അതോറിറ്റി എന്നാണ് പറയുന്നത്. അതിൽ നിയമം കൂടിയുണ്ട്, നിയമത്തിന്റെ ശക്തിയും കൂടിയുണ്ട് ആ വ്യക്തിയിൽ. അപ്പൊ അങ്ങനെയുള്ള പവറിനെ പറയുന്നത് അതോറിറ്റി, അധികാരം, അധികാരി. ഇറ്റ് ഈസ് ലെജിറ്റിമസി വിച്ച് അക്കോർഡിംഗ് ടു വെബർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കോർ പോയിന്റ് ഓഫ് അതോറിറ്റി. അപ്പൊ കോർ പോയിന്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ നിയമവും കൂടി കലർന്നിട്ടുണ്ട്. കോർ പോയിന്റ്, സെന്റർ പോയിന്റ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെജിറ്റിമസി. ലെറ്റ് us now examine the concept of authority. കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി അതെന്താണെന്ന് നോക്കാം. German word Herrschaft used by Weber has been variously translated. ഒരു ജർമ്മൻ വേർഡാണ് ഹെർഷാപ്റ്റ്. അത് പല ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സോഷ്യോളജിസ്റ്റ് ടേം, ആ ട്രാൻസ്ലേഷൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് അതോറിറ്റി എന്ന് പറഞ്ഞത്. സം സോഷ്യോളജിസ്റ്റ് ടേം ഇറ്റ് ആസ് അതോറിറ്റി. അപ്പൊ ഹെർഷാപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ജർമ്മൻ
വേർഡാണ്. അതിൻ്റെ മീനിങ് അതോറിറ്റി തന്നെയാണ്. അതേഴ്സ് ആസ് ഡോമിനേഷൻ ഓർ കമാൻഡ്. ഹാർഷാപ്റ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഹെയർ ഓർ മാസ്റ്റർ ഡോമിനേറ്റ്സ് ഓർ കമാൻഡ്സ്. അവിടെ മാസ്റ്റർ ആയിട്ടുള്ള ആള് ആരാണ്, അതിനാണ് ഹെയർ എന്ന് പറയുന്നത്. അവര് കമാൻഡ്സ് കൊടുക്കുക. അത് അങ്ങനെ ചെയ്യുന്ന ആ പ്രക്രിയയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റേമണ്ട് അറൻ ഡിഫൈൻസ് ഹെർഷാപ്റ്റ് ആസ് ദ മാസ്റ്റേഴ്സ് എബിലിറ്റി ടു ഒബ്റ്റെയിൻ ദ ഒബീഡിയൻസ് ഓഫ് ദോസ് ഹു theoretically owe it to him. In this unit, Weber's concept of Herrschaft will denote the term authority. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ അതോറിറ്റി എന്നുള്ള പ്രയോഗിക്കുന്നത് വെബേഴ്സിന്റെ കൺസെപ്റ്റ് ആണ് ഹെർഷാപ്റ്റ്. അതിനെയാണ് ഹെർഷാപ്റ്റ് ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് അതോറിറ്റി എന്ന്. ഇനി a question may be raised, namely what is the difference between power and authority. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പവറും അതോറിറ്റിയും രണ്ടും ഒരു തരം ബലം പ്രയോഗിക്കൽ അല്ലെങ്കിൽ ശക്തി പ്രയോഗിക്കലൊക്കെ ആണെന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. Power, as you have seen, refers to the ability or capacity to control another. ഇപ്പൊ പവർ അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ ബലം എന്നൊക്കെ പറഞ്ഞാൽ യു ഹാവ് സീൻ റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു കൺട്രോൾ അനദർ. മറ്റൊരാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആ കപ്പാസിറ്റി, അതിനെയാണ് പവർ എന്ന് സാധാരണ പറയുന്നത്. അതോറിറ്റി റെഫേഴ്സ് ടു ലെജിറ്റിമൈസ്ഡ് പവർ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ നിയമം ചേർന്നിട്ടുള്ള നിയമാനുസൃതമായിട്ട് അങ്ങനെ വിധിക്കാൻ പവർ ഉള്ളത്, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി റെഫേഴ്സ് ടു ലെജിറ്റിമൈസ്ഡ് പവർ. ഇറ്റ് മീൻസ് ദാറ്റ് ദ മാസ്റ്റർ ഹാസ് ദ റൈറ്റ് ടു കമാൻഡ്. അപ്പൊ അതിന്റെ അർത്ഥം ആരാണ് ഓർഡർ കൊടുക്കണം അയാൾക്ക് അതിന്റെ അങ്ങനെ കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദ മാസ്റ്റർ ഹാസ് ദ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ക്യാൻ എക്സ്പെക്ട് ടു ബി ഒബെയ്ഡ്. അപ്പൊ അയാൾ എന്ത് പറയണം അത് മറ്റുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നിയമപരമായിട്ട് അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട് മാസ്റ്റർക്ക്. അപ്പൊ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ ആണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി റെഫേഴ്സ് ടു ലെജിറ്റിമൈസ്ഡ് പവർ. ഇനി ലെറ്റ് us see the elements that constitute authority. അതോറിറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എലിമെന്റ്സ് എന്തൊക്കെയാണ്. For a system of authority to exist, the following elements must be present. അതൊക്കെയാന്ന് നോക്കിക്കുക. ഫസ്റ്റ് വൺ, an individual ruler or master or a group of rulers അല്ലെങ്കിൽ മാസ്റ്റേഴ്സ്. അപ്പോൾ ഇതിന്റെ എലിമെന്റ്സ് അതിലുള്ള ഘടകങ്ങളാണ് പറയണത്. ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റൂളർ ഭരണാധികാരി, അല്ലെങ്കിൽ മാസ്റ്റർ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൂളേഴ്സ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മാസ്റ്റേഴ്സ്. ഇവർ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് ഈസ് റൂൾഡ്. അതുപോലെ ഭരിക്കപ്പെടാനും ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഒരു ഗ്രൂപ്പോ ഉണ്ടായിരിക്കണം. ഭരിക്കുന്നവനും ഉണ്ടായിരിക്കണം, ഭരിക്കപ്പെടാനും ആളുകൾ ഉണ്ടായിരിക്കണം. തേർഡ് വൺ, ദ will of the ruler to influence the conduct of the ruled, which may be expressed through commands. The will of the rulerന്റെ ആഗ്രഹം to influence the conduct of the ruled, which may be expressed through commands. അപ്പൊ അയാള് എന്താണ് ഭരിക്കപ്പെടുന്നവരോട് പറയണത് അത് സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള കാര്യമാണ്. അപ്പൊ അയാളുടെ കമാൻഡ് മറ്റുള്ളവര് അനുസരിച്ചിരിക്കണം. എവിഡൻസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റൂളേഴ്സ് ഇൻ ടേംസ് ഓഫ് കോംപ്ലിയൻസ് ഓർ ഒബീഡിയൻസ് ഷോൺ ബൈ ദ റൂൾഡ്. അപ്പൊ ഭരിക്കപ്പെടുന്നവൻ അത് അനുസരിക്കാനും കമാൻഡ് ചെയ്യുന്ന ആളുടെ കമാൻഡ്സ് അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. Direct or indirect evidence which shows that the ruled have internalized and accepted the fact that the ruler's command must be obeyed. Direct or indirect evidences എങ്ങനെയെങ്കിലും ആയാലും ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. which shows that the ruled have internalized and accepted the fact that the ruler's command must be obeyed. അപ്പൊ റൂളർക്ക് അറിയാം അയാളുടെ കമാൻഡ് മറ്റുള്ളവർ അനുസരിക്കേണ്ടതാണെന്ന്. We see that authority implies a reciprocal relationship between the rulers and the ruled. അപ്പൊ ഇവർ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ് ഇവിടെ അതോറിറ്റിയിൽ നമ്മൾ കാണുന്നത്. ദ റൂളേഴ്സ് ബിലീവ് ദാറ്റ് ദേ ഹാവ് ദ ലെജിറ്റിമേറ്റ് റൈറ്റ് ടു എക്സർസൈസ് ദെയർ അതോറിറ്റി. അപ്പൊ റൂളേഴ്സിന് ഭരണാധികാരികൾക്ക് അറിയാം
തങ്ങളുടെ റൈറ്റ്സ്, തങ്ങൾ പറയുന്ന കാര്യം അത് ഒരു അതോറിറ്റി ആയിട്ട്, അധികാരിയായിട്ട് തന്നെയാണ് പറയണത്. അതിനുള്ള റൈറ്റ്സ് തങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം. ഓൺ ദ അതർ ഹാൻഡ്, മറ്റു വശത്തിൽ നോക്കുകയാണെങ്കിൽ റൂൾഡ് ആസ്പെക്ട് ദിസ് പവർ ആൻഡ് കംപ്ലൈ വിത്ത് ഇറ്റ്. അപ്പൊ ആരാണ് ഭരിക്കപ്പെടുന്നത്? ആ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവർ അയാളുടെ പവറും അതുപോലെ അയാളുടെ ഓർഡറും അനുസരിക്കാൻ നിയമപരമായിട്ട് ബാധ്യസ്ഥരാണ്. ഇറ്റ് ഈസ് അടുത്തത് നോക്കുക. അപ്പോൾ വാട്ട് ഈസ് പവർ ആൻഡ് വാട്ട് ഈസ് അതോറിറ്റി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി, അതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് അതോറിറ്റി, ഇനി പലതരം അതോറിറ്റികളുണ്ട്. അത് മെയിൻലി 3 ടൈപ്സ് ഓഫ് അതോറിറ്റിയാണ്. അക്കോർഡിംഗ് ടു വെബർ there are 3 system of legitimation, each with its corresponding norms. ഓരോന്നിനും അതിൻ്റെതായ നോംസ് ഉണ്ട്, which justify the power to command. അവർക്ക് കമാൻഡ് ചെയ്യാനുള്ള ആ പവർ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് ഈസ് ദി സിസ്റ്റം ഓഫ് ലെജിറ്റിമേഷൻ വിച്ച് ആർ ഡെസിഗ്നേറ്റഡ് ആസ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അതോറിറ്റി. ആ അതോറിറ്റികളെ കുറിച്ചാണ് ഇപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഡിസ്ക്രൈബ് വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് അതോറിറ്റി, ഡിസ്ക്രൈബ് ഇറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ട്രഡീഷണൽ അതോറിറ്റിയിൽ 3 ഇമ്പോർട്ടൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ട്രഡീഷണൽ അതോറിറ്റി, സെക്കൻഡ് കരിസ്മാറ്റിക് അതോറിറ്റി, തേർഡ് റാഷണൽ ലീഗൽ അതോറിറ്റി. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ട്രഡീഷണൽ അതോറിറ്റി. This system of legitimation flows from traditional action. In other words, it is based on customary law and the sanctity of ancient traders. ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു അതോറിറ്റി, അതിനെയാണ് ഇതിനെ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. It is based on the belief that a certain authority is to be respected because it has existed since time immemorial. ഓർമ്മ വെച്ച കാലം തുടങ്ങിയേ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല, അനുസരിക്കണമെന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ്, ആ വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ ട്രഡീഷണൽ അതോറിറ്റി. In traditional authority, rulers enjoy personal authority by virtue of their inherited status. അപ്പൊ ഇത് വേറെ പ്രത്യേക ഗുണങ്ങളൊന്നുമില്ല, ഒരു ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് ആണ്. ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകർന്നു കിട്ടുന്നത്, തലമുറകളായിട്ട് പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്റ്റാറ്റസ്, അങ്ങനെ കിട്ടണ ഒരു അതോറിറ്റിയാണ് ഇത്. ഇൻ ട്രഡീഷണൽ അതോറിറ്റി, റൂളേഴ്സ് എൻജോയ് പേഴ്സണൽ അതോറിറ്റി ബൈ വെർച്യൂ ഓഫ് ദെയർ ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഓരോ പേഴ്സണും കിട്ടുന്ന ആ ഒരു അതോറിറ്റി, ഒരു ഗോത്രത്തിന്റെ തലവൻ അയാൾ മരിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾക്ക്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്ക് ആ സ്ഥാനം കിട്ടുക. അപ്പൊ അയാൾ പറയുന്ന വാക്കുകൾ, അപ്പൊ അയാളാണ് അവിടുത്തെ അതോറിറ്റി. അപ്പൊ അയാൾ പറയുന്ന വാക്കുകൾ ആ ഗോത്രത്തിലുള്ളവര് അനുസരിക്കുക എന്നുള്ള അതുപോലെയുള്ള ഒരു രീതി, ഇതിനാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. ദെയർ കമാൻഡ്സ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് കസ്റ്റംസ് ആൻഡ് ദേ ഓൾസോ പൊസസ് ദ റൈറ്റ് ടു എക്സ്ട്രാക്ട് കോംപ്ലൈൻസ് ഫ്രം ദ റൂൾഡ്. അപ്പൊ അയാൾ എന്ത് പറയണം അതനുസരിക്കുക എന്നുള്ളത് അവിടെയുള്ള ജനങ്ങളുടെ ഒരു കടമ കൂടിയാണ്. ഓഫൺ ദേ അബ്യൂസ് ദെയർ പവർ. പക്ഷെ പലപ്പോഴും ഇതുപോലെയുള്ള അധികാരികൾ അവരുടെ ആ ശക്തി അവര് മിസ്യൂസ് ചെയ്യാറുണ്ട്. അബ്യൂസ് ദെയർ പവർ. ദ പേഴ്സൺ ഹു ഒബൈ ദം ആർ സബ്ജക്ട്സ്. ഇനി ആരാണ് ഈ അധികാരികളുടെ ആ വാക്കുകളെ അനുസരിക്കണമെന്ന് അവര് പറയണത്, ആരെയാണ് ഇവര് ഭരിക്കുന്നത് അവര് പറയണത് സബ്ജക്ട്സ് എന്നാണ്. ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് ഓഫ് ദ ടൈം, ദേ ഒബൈ their master out of personal loyalty or a pious regard for his time honored status. അപ്പൊ എന്താണ് അയാൾ പറയുന്നതെന്ന് വെച്ചാൽ അത് അനുസരിക്കണം. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു പേഴ്സണൽ ലോയൽറ്റി അല്ലെങ്കിൽ പയസ് റിഗാർഡ് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കാർന്നമാരുടെ വാക്കുകളെ അനുസരിച്ച് പോകുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് us take an example from our own society. ഇനി നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ അതിനൊരു എക്സാമ്പിൾ എടുക്കാം. യു ആർ ഫെമിലിയർ വിത്ത് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് അറിയാം. വൈ ഡിഡ് ദ ലോവർ കാസ്റ്റ് ബിയർ ദ അട്രോസിറ്റീസ് ഇൻഫ്ലിക്റ്റഡ് ബൈ ദ അപ്പർ കാസ്റ്റ് ഫോർ സെഞ്ചുറീസ്. അപ്പൊ ശതാബ്ദികളായിട്ട്, സെഞ്ചുറീസ് ആയിട്ട് ലോവർ കാസ്റ്റ് മറ്റേ അപ്പർ കാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ സഹിച്ചും അനുസരിച്ചും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴല്ല, നേരത്തെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. വൺ വേ ഓഫ് എക്സ്പ്ലെയിൻ ദിസ് ഈസ് ബിക്കോസ് ദ അതോറിറ്റി ഓഫ് ദ അപ്പർ കാസ്റ്റ് ഹാഡ് ദ ബാക്കിംഗ് ഓഫ് ട്രഡീഷൻ ആൻഡ് ആന്റിക്വിറ്റി. അത് ട്രഡീഷനും ആന്റിക്വിറ്റി അതൊക്കെ അനുസരിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ശക്തി ഉള്ളത്. ദ ലോവർ കാസ്റ്റ് സം സേ
had become socialized into accepting their oppression. അവർ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ സോഷ്യലൈസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഹയർ കാസ്റ്റ് പറയണത് അനുസരിക്കണം, അങ്ങനെ ഒരു രീതിയാണ് അവരെ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. Thus we can see that traditional authority is based on the belief in the sacred quality of long-standing traditions. This gives legitimacy to those who exercise authority. മോഡേൺ ടൈംസിലും ഇതുപോലെയുള്ള ട്രഡീഷണൽ അതോറിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ശക്തി അങ്ങ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട്. Is a traditional figure of authority, but as you may be aware, she does not actually exercise her authority. അതിന്റെ അവര് റാണി ജീവിച്ചിരുന്ന കാലത്ത്, ക്യൂൻ ജീവിച്ചിരുന്ന കാലത്ത് അവരും ഒരു ട്രഡീഷണൽ അതോറിറ്റിയാണ്, പക്ഷെ അവരങ്ങനെ അവരുടെ ആ പവർ ഒന്നും അങ്ങനെ എക്സസൈസ് ചെയ്യുന്നില്ല. The laws of the land are enacted in her name, but their content is decided by the legislators, the representatives of the people. The queen has a parliament. Queen ആണെങ്കിൽ ഒരു പാർലമെന്റ് ഉണ്ട്, which governs the kingdom, but she does not appoint a minister. She is a nominal head of a state. അപ്പൊ അവർക്ക് ഒരു നോമിനൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും, അപ്പൊ അവരൊന്നും ഇംപ്ലിമെന്റ് ചെയ്യണില്ല അങ്ങനെയുള്ളത്. ബ്രീഫിലി ട്രഡീഷണൽ അതോറിറ്റി ഡിറൈവ്സ് ഇറ്റ് ലെജിറ്റിമസി ഫ്രം ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻസ്. അപ്പോൾ കുറെ പരമ്പരാഗതമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻസിൽ നിന്നാണ് ഇവർക്ക് ഈ അതോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് എനേബിൾ സം ടു കമാൻഡ് ആൻഡ് കമ്പൽ അതേഴ്സ് ടു ഒബൈ. ഇറ്റ് ഈസ് ഹെറിഡിറ്ററി അതോറിറ്റി ആൻഡ് ഡസ് നോട്ട് റിക്വയർ റിട്ടേൺ റൂൾസ്. അപ്പൊ ഈ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്, പരമ്പരാഗതമായിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെറിഡിറ്ററി ആണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അങ്ങനെ കൈമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ റിട്ടേൺ റൂൾസ് ഒന്നുമില്ല. ദ മാസ്റ്റേഴ്സ് എക്സർസൈസ് ദെയർ അതോറിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോയൽ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. വെബർ കൺസിഡർ ദിസ് കൈൻഡ് ഓഫ് അതോറിറ്റി ആസ് ഇറാഷണൽ. വെബറിന്റെ അഭിപ്രായത്തിൽ ഇത് ഇറാഷണൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ഇറ്റ് ഈസ് ദെയർഫോർ റെയർലി ഫൗണ്ട് ഇൻ മോഡേൺ ഡെവലപ്ഡ് സൊസൈറ്റീസ്. ആധുനിക സമൂഹത്തിൽ ഇതുപോലെയുള്ള അതോറിറ്റി ഇപ്പോൾ കാണാൻ വളരെ അപൂർവമുള്ളതാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് അതോറിറ്റിയാണ് കരിസ്മാറ്റിക് അതോറിറ്റി. ഇപ്പൊ കരിസ്മ എന്ന് പറഞ്ഞാൽ, കരിസ്മ മീൻസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി, ഒരു പ്രത്യേക ഗുണം, എക്സ്ട്രാ ഓർഡിനറി അസാധാരണ ഗുണം, വ്യക്തിപ്രഭാവം ഉള്ള ആളുകൾ, അവരിലുള്ള അതോറിറ്റി പവറിനെയാണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. കരിസ്മ മീൻസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി പൊസസ്ഡ് ബൈ സം ഇൻഡിവിജ്വൽസ്. ചില ഇൻഡിവിജ്വൽസിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി ഉണ്ട്, അസാധാരണമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അവര് ആരാലും ആകർഷിക്കപ്പെടും, അവരുടെ വാക്കുകൾ ആരായാലും ശ്രദ്ധിക്കപ്പെടും, അനുസരിക്കപ്പെടും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുള്ളത്, വ്യക്തിപ്രഭാവമുള്ള ആളുകളുണ്ട്. അതിനെയാണ് നമുക്ക് കരിസ്മ എന്ന് പറയുന്നത്, ആ ക്വാളിറ്റീസിന്. ദിസ് ഗീവ്സ് സച്ച് പീപ്പിൾ യുണീക് പവേഴ്സ് ടു ക്യാപ്ചർ ദ ഫാൻസി ആൻഡ് ഡിവോഷൻ ഓഫ് ഓർഡിനറി പീപ്പിൾ. അപ്പൊ ഓർഡിനറി പീപ്പിളിനെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവരെ ആകർഷിക്കാനോ അവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. കരിസ്മാറ്റിക് അതോറിറ്റീസ് ബേസ്ഡ് ഓൺ എക്സ്ട്രാ ഓർഡിനറി ഡിവോഷൻ ടു ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ടു ദ വേ ഓഫ് ലൈഫ് പ്രീച്ച്ഡ് ബൈ ദിസ് പേഴ്സൺ. അയാൾക്കുള്ള ഒരു പ്രത്യേക കഴിവ് കൂടാതെ അയാൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അവരാൽ ആകർഷിക്കപ്പെടുന്ന ഒത്തിരി ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ലീഡേഴ്സിനെയാണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. ലെജിറ്റിമസി ഓഫ് സച്ച് അതോറിറ്റി റെസ്റ്റ് അപ്പോൺ ദ ബിലീഫ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ ഓർ മാജിക്കൽ പവർ ഓഫ് ദ പേഴ്സൺ. സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അമാനുഷിക ശക്തി ഉണ്ടെന്നോ മാജിക്കൽ പവർ ഉണ്ടെന്നൊക്കെ പറയാം. അതുപോലെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളത് ഒരു പയസ്, ചിലപ്പോൾ നമുക്ക് എന്തോ വിശുദ്ധമായിട്ടുള്ള ആളുകളായിരിക്കാം, അങ്ങനെ എന്തോ ഒരു പ്രത്യേക ശക്തിയുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണാറുള്ളത്. കരിസ്മാറ്റിക് ലീഡേഴ്സ് പ്രൂവ്സ് ഹിസ് ഓർ ഹെർ പവർ ത്രൂ മിറക്കിൾസ്. അത്ഭുതങ്ങളിൽ കൂടി സംഭവിക്കുന്നതാണ് അവരുടെ പവർ എന്നുള്ള രീതിയിലാണ് കരിസ്മാറ്റിക് ലീഡേഴ്സ് ഓരോ കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മിലിറ്ററി ആൻഡ് അതർ വിക്ടറീസ് ഓർ ദ ഡ്രമാറ്റിക് പ്രോസ്പെരിറ്റി ഓഫ് ദ ഡിസിപ്പിൾസ്. as long as charismatic leaders continue to prove their miraculous powers in the eyes of their disciples, their authorities stays intact. അപ്പൊ അവരുടെ അതോറിറ്റീസ് ഒരു കുഴപ്പമില്ലാണ്ട് അവരുടെ ആ ശക്തി അവർ തെളിയിച്ചുകൊണ്ടേ ഇരിക്കണം. പിൻഗാമികൾ അവരെ അനുസരിച്ചുകൊണ്ടേ അങ്ങനെ മുന്നോട്ട് പോകും. യു മേ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ ദാറ്റ് കരിസ്മാറ്റിക് അതോറിറ്റീസ് റിലേറ്റഡ് ടു ഈസ് എഫക്റ്റീവ് ആക്ഷൻ. നമുക്ക് വാസ്തവത്തിൽ ഇങ്ങനെ പറയാം, ഈ കരിസ്മാറ്റിക് അതോറിറ്റിയിലുള്ള ആ
ആക്ഷനെ വേണമെങ്കിൽ എഫക്റ്റീവ് ആക്ഷൻ ആണെന്ന് പറയാം. ഒരു വികാരപരമായിട്ടുള്ള ഒരു ആക്ഷനാണ് അവരുടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ ഡിസിപ്പിൾസ് ആർ ഇൻ എ ഹൈലി ചേഞ്ച്ഡ് എമോഷണൽ സ്റ്റേറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദ ടീച്ചിങ്സ് ആൻഡ് അപ്പീൽസ് ഓഫ് ദ കരിസ്മാറ്റിക് ലീഡേഴ്സ്. കരിസ്മാറ്റിക് ലീഡേഴ്സിന്റെ ടീച്ചിങ്സോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ വാക്കുകളും ഒക്കെ മറ്റുള്ളവരിൽ വികാരപരമായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദേ വർഷിപ്പ് ദെയർ ഹീറോ. അപ്പൊ അവരുടെ ഹീറോനെ വർഷിപ്പ് ചെയ്യാനും തുടങ്ങും. കരിസ്മാറ്റിക് അതോറിറ്റി ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ കസ്റ്റമറി ബിലീഫ്സ് ഓർ റിട്ടേൺ റൂൾസ്. അവർക്ക് ഇങ്ങനെ ഒരു കസ്റ്റമറി ബിലീഫോ അല്ലെങ്കിൽ റിട്ടേൺ റൂൾസോ ഒന്നുമില്ല. ഈ അതോറിറ്റിക്ക് ഇങ്ങനെ പോകണം, ഇങ്ങനെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണമെന്നൊന്നും അവർക്ക് പിന്നിൽ ഒരു റൂൾസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് പ്യൂർലി ദ റിസൾട്ട് ഓഫ് ദ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ദ ലീഡർ ഹു ഗവേൺസ് ഓർ റൂൾസ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. ഇറ്റ് ഈസ് പ്യൂർലി പരിപൂർണമായിട്ടും റിസൾട്ട് ഓഫ് ദ സ്പെഷ്യൽ ക്വാളിറ്റി, ഇങ്ങനെയുള്ള വ്യക്തികളിൽ അടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ ക്വാളിറ്റി, പ്രത്യേക ഗുണങ്ങൾ കൊണ്ടാണ് ആ ലീഡർ ഹു ഗവേൺസ് ഓർ റൂൾസ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. അയാൾ ഗവേൺ ചെയ്യുക, റൂൾ ചെയ്യുകയൊക്കെ ചെയ്യണത്, ഭരിക്കുന്നത്, അനുയായികളെ ഭരിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്നത് അയാളുടെ ആ പ്രത്യേക പേഴ്സണൽ കപ്പാസിറ്റി കൊണ്ടാണ്. കരിസ്മാറ്റിക് അതോറിറ്റി ഈസ് നോട്ട് ഓർഗനൈസ്ഡ്, ദെയർഫോർ ദെയർ ഈസ് നോ പെയ്ഡ് സ്റ്റാഫ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. അപ്പൊ ഇത് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസ്ഡ് ഫോം ഓഫ് അതോറിറ്റി അല്ല. അതുകൊണ്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇതിന് പുറകിലില്ല, പെയ്ഡ് സ്റ്റാഫും ഉണ്ടായിരിക്കില്ല. ദ ലീഡർ ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ഡു നോട്ട് ഹാവ് റെഗുലർ ഓക്കുപ്പേഷൻ ആൻഡ് ഓഫൺ റിജക്ട് ദെയർ ഫാമിലി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ ലീഡറും അതുപോലെ അയാളെ പിന്തുടർന്നു പോണ പിൻഗാമികളും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ കുടുംബപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ചുമതലകളൊക്കെ കളഞ്ഞിട്ടാണ്, അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിന് നടക്കണം. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് സംടൈംസ് മേക്ക് കരിസ്മാറ്റിക് ലീഡേഴ്സ് റെവല്യൂഷണറീസ്. ഈ സ്വഭാവം ചിലപ്പോഴൊക്കെ അവരെ വിപ്ലവകാരികളാക്കി മാറ്റാറുണ്ട്. ആസ് ദേ ഹാവ് റിജക്റ്റഡ് ഓൾ ദ കൺവെൻഷണൽ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ആൻഡ് നോംസ്. അപ്പൊ സോഷ്യൽ ഒബ്ലിഗേഷൻസും നോംസും ഒക്കെ സാധാരണയായിട്ടുള്ളതും ഒന്നും അവരെ ബാധിക്കാത്തത് കൊണ്ട് അവരെ ചില സമയത്ത് ചില വിപ്ലവകാരികൾ പ്രവർത്തനം പോലെ അവരുടെ പ്രവർത്തനം മാറാറുണ്ട്. ബേസ്ഡ് ആസ് ഇറ്റ് ഈസ് ഓൺ ദ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ദ പ്രോബ്ലം ഓഫ് സക്സഷൻ അറൈസസ് വിത്ത് ദ ഡെത്ത് ഓർ ഡിസപ്പിയറൻസ് ഓഫ് ദ ലീഡർ. അപ്പൊ ഈ ലീഡർ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിൻഗാമികൾക്ക് ആക്കും അതേ ഗുണം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദ പേഴ്സൺ ഹു സക്സീഡ് ദ ലീഡർ മേ നോട്ട് ഹാവ് കരിസ്മാറ്റിക് പവേഴ്സ്. അപ്പൊ ലീഡർ മരിച്ചു പോയാൽ പിന്നാലെ വരുന്നവന് പിന്തുടർച്ചക്കാർക്ക് ചിലപ്പോൾ ഈ കരിസ്മാറ്റിക് പവർ ഉണ്ടാവണമെന്നില്ല. ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ ഒറിജിനൽ മെസ്സേജ് ഓഫ് ദ ലീഡർ സം സോർട്ട് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്സ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ ഒറിജിനൽ ലീഡറിന്റെ ഐഡിയാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെ ആ പിൻഗാമികൾ ചിലപ്പോൾ രൂപാന്തരപ്പെടുത്തും. അപ്പൊ അങ്ങനെ ദ ഒറിജിനൽ കരിസ്മ ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഐദർ ഇൻ ടു ട്രഡീഷണൽ അതോറിറ്റി ഓർ റാഷണൽ ലീഗൽ അതോറിറ്റി. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷണൽ അതോറിറ്റിയോ റാഷണൽ ലീഗൽ അതോറിറ്റി ഒക്കെ ഫോം ചെയ്യും അവരുടെ പിൻഗാമികളാൽ. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യങ്ങളെ വെബർ കോൾസ് ദിസ് റൂട്ടിനൈസേഷൻ ഓഫ് കരിസ്മ. കരിസ്മയുടെ റൂട്ടിനൈസേഷൻ എന്നാണ് വെബർ ഇതിനെ വിളിക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് കോൾഡ് റൂട്ടിനൈസേഷൻ ഓഫ് കരിസ്മ, ഷോർട്ട് നോട്ട് വരാം, ശ്രദ്ധിക്കുക എന്താണെന്ന്. അപ്പോൾ ഈ കരിസ്മാറ്റിക് പവേഴ്സ് മറ്റുള്ള പിൻഗാമികൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അവരുടെ ആശയങ്ങൾ തുടർന്നുകൊണ്ട് പോരാനായിട്ട് ചില ഓർഗനൈസേഷൻസ് പിന്തുടർച്ചക്കാർ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി കൊണ്ട് ട്രഡീഷണൽ അതോറിറ്റി അല്ലെങ്കിൽ റീജിയണൽ നാഷണൽ അതോറിറ്റി അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു കരിസ്മാറ്റിക് അതോറിറ്റിനെ ഒരു ട്രഡീഷണൽ അതോറിറ്റി ആയിട്ടോ റാഷണൽ ലീഗൽ അതോറിറ്റി ആയിട്ടോ പരിവർത്തനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഉള്ള ആ അതോറിറ്റീസിനാണ് വെബർ കോൾഡ് ദിസ് റൂട്ടിനൈസേഷൻ ഓഫ് കരിസ്മ. ഇതിനെയാണ് റൂട്ടിനൈസേഷൻ ഓഫ് കരിസ്മ എന്ന് വെബർ വിളിക്കുന്നത്. അപ്പൊ ഈ കരിസ്മാറ്റിക് അതോറിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് അൺസ്റ്റേബിൾ ആൻഡ് ടെമ്പററി. സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഇവരുടെ ക്വാളിറ്റി വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തും. അതുകൊണ്ട് അൺസ്റ്റേബിൾ ആൻഡ് ടെമ്പററി ആണ് ഇവരുടെ അതോറിറ്റി. വി ക്യാൻ ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് കരിസ്മാറ്റിക് ലീഡേഴ്സ് ത്രൂ ഔട്ട് ഹിസ്റ്ററി. ഹിസ്റ്ററി പഠിച്ചാൽ ഒത്തിരി കരിസ്മാറ്റിക് ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. സെയിൻസ് ഉണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, ആൻഡ് സം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് അതോറിറ്റി. പിന്നെ അതുപോലെ കബീർ, നാനാക്ക്, ജീസസ്, മുഹമ്മദ്, ലെനിൻ, മഹാത്മാഗാന്ധി, പിന്നെ ഇപ്പൊ അമൃതാനന്ദമയി, അതുപോലെ
ഇപ്പോൾ ജീവിച്ചിരിക്കണ ചില ആളുകൾ ഇതുപോലെ കരിസ്മാറ്റിക് ലീഡേഴ്സിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. They were revered by people for their personal qualities and the message they preached, not because they represented traditional or rational legal authority. അപ്പോൾ അവരുടെ പ്രത്യേക ക്വാളിറ്റി കൊണ്ടാണ് അവരെ ആളുകൾ ആദരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണത്, അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണത്. ഇത് ട്രഡീഷണലോ അല്ലെങ്കിൽ റാഷണൽ ലീഗൽ അതോറിറ്റി ഒന്നും അല്ല, അവരുടെ ആ കരിസ്മ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ അതുപോലെ ഒരു കരിസ്മാറ്റിക് ലീഡർ തന്നെയാണ്. ഇനി അടുത്തത് തേർഡ് ടൈപ്പ് ആണ് റാഷണൽ ലീഗൽ അതോറിറ്റി. ദ ടേം റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് അതോറിറ്റി വിച്ച് ആർ ബോത്ത് റാഷണൽ ആൻഡ് ലീഗൽ. റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ടേം പറയണ പോലെ അത് റാഷണൽ ആണ്, യുക്തിസഹജമായിട്ടുള്ളതുമാണ്, നിയമപരമായിട്ടുള്ളതുമാണ്. അതാണ് റാഷണൽ ലീഗൽ അതോറിറ്റി. ദ ടേം റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് അതോറിറ്റി വിച്ച് ആർ ബോത്ത് റാഷണൽ ആൻഡ് ലീഗൽ. ഇറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ എ റെഗുലർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഹു ഓപ്പറേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സർട്ടൻ റിട്ടേൺ റൂൾസ് ആൻഡ് ലോസ്. അപ്പൊ ഇത് യുക്തിസഹജമായതും ലീഗലി ആയിട്ടുള്ളത്, നിയമാനുസൃതമായിട്ടുള്ളതായതുകൊണ്ട് അവിടെ നിയമങ്ങൾ, റൂൾസ് ആൻഡ് ലോസ് ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും അതിനകത്ത്. ദോസ് ഹു എക്സസൈസ് അതോറിറ്റി ആർ അപ്പോയിന്റഡ് ടു ഡു സോ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ അച്ചീവ്ഡ് ക്വാളിഫിക്കേഷൻസ്. അവർ ആർജിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, യോഗ്യതകൾ അനുസരിച്ചാണ് ഇവിടെ ഈ അതോറിറ്റിനെ അപ്പോയിന്റ് ചെയ്യണം. വിച്ച് ആർ പ്രിസ്ക്രൈബ്ഡ് ആൻഡ് കോഡിഫൈഡ്. അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണമെന്ന് നിയമം അനുസരിക്കുന്നുണ്ട്. ആ നിയമം അനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് ഈ അതോറിറ്റി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണത്. ദോസ് ഇൻ അതോറിറ്റി കൺസിഡർ ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ആൻഡ് ആർ പെയ്ഡ് സാലറി. അപ്പൊ അതോറിറ്റിയിൽ ഉള്ളവർക്ക് അതൊരു തൊഴിലും കൂടിയാണ്. ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ആൻഡ് ആർ പെയ്ഡ് എ സാലറി. അതുപോലെ അവർക്ക് സാലറിയും കിട്ടുന്നത്. ഇറ്റ് ഈസ് എ റാഷണൽ സിസ്റ്റം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് റാഷണൽ സിസ്റ്റമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതിനുവേണ്ടി പ്രത്യേക ക്വാളിഫിക്കേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, ആ നിർദ്ദേശമുള്ളവരാണ്. അപ്പൊ അങ്ങനെ അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അതോറിറ്റിനെ ദേ ആർ പെയ്ഡ് സാലറി കൊടുക്കുന്നുണ്ട്, മറ്റു സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. ദസ് ഇറ്റ് ഈസ് എ റാഷണൽ സിസ്റ്റം. ഇറ്റ് ഈസ് എ ലീഗൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് ദ ലാൻഡ് വിച്ച് പീപ്പിൾ റെക്കഗ്നൈസ് ആൻഡ് ഫീൽ ഒബ്ലൈസ് ടു ഒബൈ. അപ്പൊ അത് ലീഗൽ ആണെന്ന് പറയാനായിട്ട് അത് നിയമപരമായിട്ട് ആ ഏത് സ്ഥലത്തുള്ളതാണ് ഇങ്ങനെയുള്ള അതോറിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ നിയമത്തിന് അനുസരിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ആളുകൾ ആ നിയമങ്ങളെ, അവർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ ബാധ്യസ്ഥരും കൂടിയാണ്. ദ പീപ്പിൾ അക്നോളജ് ആൻഡ് റെസ്പെക്ട് ദ ലീഗാലിറ്റി ഓഫ് ബോത്ത് ദ ഓർഡിനൻസ് ആൻഡ് റൂൾസ് ആസ് വെൽ ആസ് ദ പൊസിഷൻസ് ഓർ ടൈറ്റിൽസ് ഓഫ് ദോസ് ഹു ഇംപ്ലിമെന്റ് ദ റൂൾസ്. അപ്പൊ ഇങ്ങനെയുള്ള അതോറിറ്റിനെ ആളുകൾ, ഈ റാഷണൽ ലീഗൽ അതോറിറ്റിയെ ജനങ്ങൾ വിശ്വസിക്കും, അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. അവർ പറയുന്ന ഓർഡിനൻസും റൂൾസും എല്ലാം ആദരിക്കും, അനുസരിക്കും. അത് ഹു ഇംപ്ലിമെന്റഡ് ദ റൂൾസ്, അവരെന്ത് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും അതനുസരിക്കാൻ ആളുകൾ റെഡിയാണ്. കാരണം നിയമാനുസൃതമായിട്ട് അത് ചെയ്യേണ്ട ഒരു കടമ കൂടി ആളുകൾക്ക് ഉണ്ട്. അപ്പൊ റാഷണൽ ലീഗൽ അതോറിറ്റി ഇസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയുടെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ്, മോഡേൺ അതോറിറ്റിയുടെ ഒരു ആദർശ ഫീച്ചറാണ് റാഷണൽ ലീഗൽ അതോറിറ്റി എന്നുള്ളത്. ഇറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ, മോഡേൺ സൊസൈറ്റിയുടെ, ആധുനിക സമൂഹത്തിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്നുള്ള ആ പ്രോസസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഈ റാഷണൽ ലീഗൽ അതോറിറ്റി കൂടി കാണുന്നത്. റിമെമ്പർ ദാറ്റ് വെബർ കൺസിഡേഴ്സ് റാഷണലൈസേഷൻ ആസ് ദ കീ ഫീച്ചർ ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. വെസ്റ്റേൺ സിവിലൈസേഷന്റെ കീ ഫീച്ചർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് റാഷണലൈസേഷൻ എന്ന് വെബർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു വെബർ എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ തോട്ട് ആൻഡ് ഡീലിബറേഷൻ. ബൈ നൗ യു ഹാവ് ക്ലിയർലി ഗ്രാസ്പ് ദ കണക്ഷൻ ബിറ്റ്വീൻ റാഷണൽ ലീഗൽ അതോറിറ്റി ആൻഡ് റാഷണൽ ആക്ഷൻ. അപ്പൊ റാഷണൽ ലീഗൽ അതോറിറ്റിയുടെ ആക്ഷൻസ് ആണ് റാഷണൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഫോർ ഒബ്റ്റൈനിങ് ഗോൾസ്, ഇത് ഒരു ഗോൾ ഓറിയന്റഡ് ആണ്. ഇതിനൊക്കെ ഒരു ഗോൾ ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള കാര്യം കൂടി ഈ പ്രവർത്തനത്തിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റാഷണൽ അതോറിറ്റി, റാഷണൽ ആക്ഷൻ വെച്ചിട്ടാണ് ഈ റാഷണൽ ലീഗൽ അതോറിറ്റിയുടെ പ്രവർത്തനം.
ഒരു കളക്ടറുടെ ആജ്ഞ പാലിക്കുക. ബിൽ കളക്ടർ പറയുന്നത് എന്താ വെച്ചാൽ അത് കേൾക്കുക. ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരൻ പറയുന്ന ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഓരോരുത്തരുടെ കടമയാണ്. അപ്പൊ ഇതെല്ലാം ലീഗൽ റാഷണൽ അതോറിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് ബ്യൂറോക്രസിയാണ്. അപ്പൊ ബ്യൂറോക്രസിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ബ്യൂറോക്രസി as just mentioned is the machinery which implements rational legal authority. റാഷണൽ ലീഗൽ അതോറിറ്റീനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഭരണതന്ത്രം അല്ലെങ്കിൽ ഭരണ ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊക്കെ പറയുന്നത് ഒക്കെ ഈ bureaucracy തന്നെയാണ്. മാക്സ് വെബർ studied bureaucracy in details and constructed an ideal type which contained the most prominent characteristics of bureaucracy. ബ്യൂറോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു ഐഡിയൽ ടൈപ്പ് മാക്സ് വെബർ തന്റെ പഠനത്തിനായിട്ട് രൂപീകരിക്കേണ്ടായിരുന്നു. ലെറ്റ് us examine this ideal type which reveals to us the major features of bureaucracy. അപ്പം മേജർ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി എന്തൊക്കെയാണെന്ന് ഐഡിയൽ ടൈപ്പിൽ ഉണ്ടായ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേജർ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ഇൻ ഓർഡർ ദാറ്റ് ദ bureaucracy may function adequately, it relies on the following rules and regulation. അപ്പൊ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ റൂൾസ് ആണ് റെഗുലേഷൻസ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് വൺ, എ, ദ ആക്ടിവിറ്റീസ് വിച്ച് കംപ്രൈസ് ബ്യൂറോക്രസി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഒഫീഷ്യൽസ് ഇൻ ദ ഫോം ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. ദ ആക്ടിവിറ്റീസ്, ഓരോ പ്രവർത്തനങ്ങൾ, വിച്ച് കംപ്രൈസ് ബ്യൂറോക്രസി, ബ്യൂറോക്രസിയെ കംപ്രൈസ് ചെയ്യണ ആക്ടിവിറ്റീസ് അത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ബ്യൂറോക്രസിക്ക് ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ വിതരണം ചെയ്തിട്ടുണ്ട് എമംഗ് ദ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസിന്റെ ഇടക്ക്, ഉദ്യോഗസ്ഥരുടെ ഇടക്ക് അത് വിതരണം ചെയ്തിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ആയിട്ട് ആ ഉദ്യോഗസ്ഥർക്ക്, അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ ആക്ടിവിറ്റീസ് വിച്ച് കംപ്രൈസ് ബ്യൂറോക്രസി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഒഫീഷ്യൽസ് ഇൻ ദ ഫോം ഓഫ് official duties. There is a second one, there is a stable or regular system by which officials are vested with authority. അപ്പൊ there is a stable or regular system, ഒരു സ്ഥിരമായിട്ടുള്ളതോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് by which officials are vested with authority. അതോറിറ്റി ആയിട്ട് ഒഫീഷ്യൽസ് എങ്ങനെ കണക്ട് അയക്കണേന്ന്. ദിസ് അതോറിറ്റി സ്ട്രിക്ട്ലി ഡീലിമിറ്റഡ് ബൈ ദ ലോസ് ഓഫ് ദ ലാൻഡ്. ആ നാട്ടിൽ, ആ ലാൻഡിലുള്ള നിയമം എന്താണ്, ആ നിയമം അനുസൃതമാണ് ഈ അതോറിറ്റികൾ പ്രവർത്തിക്കേണ്ടത്. ദർ ആർ സ്ട്രിക്റ്റ് ആൻഡ് മെത്തോഡിക്കൽ പ്രൊസീജിയേഴ്സ് വിച്ച് എൻഷുർ ദാറ്റ് ഒഫീഷ്യൽസ് പെർഫോം ദെയർ ഡ്യൂട്ടീസ് അഡ്യൂക്വേറ്റ്ലി. അവിടെ ഓരോരുത്തർക്കും ഓരോ, ആ അതോറിറ്റിയിൽ വരുന്ന, ആ ബ്യൂറോക്രസിയിൽ വരുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ തരം ജോലികളുണ്ട്. ആ ജോലികളെല്ലാം കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടും വേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. The above mentioned three characteristics constitute bureaucratic authority which is to be found in developed and modern societies. ഡെവലപ്ഡും മോഡേണും ആയിട്ടുള്ള സൊസൈറ്റിയിലും ഈ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയാണ് എപ്പോഴും കാര്യങ്ങൾ ചെയ്യണത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ ന്യൂ മോഡേൺ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഫീച്ചർ ഓഫ് ബ്യൂറോക്രസി ഇസ് ദാറ്റ് ദർ ഇസ് എ ഹൈറാർക്കി ഓഫ് ഒഫീഷ്യൽസ് ഇൻ അതോറിറ്റി. അതോറിറ്റിയിൽ തന്നെ ഒരു ഹൈറാർക്കി ഓഫ് ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രേണി തന്നെയുണ്ട്. അതായത് ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ ആളായിരിക്കും, അതിന്റെ താഴെ വലിയ ആളെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക പദത്തിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആള് ഏറ്റവും മുകളിൽ, അതിന്റെ താഴേക്കിട വരെ ഓരോ ശ്രേണിയായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ചെന്ന് അവിടുത്തെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ, അതിന്റെ താഴെ സെക്ഷൻ ഓഫീസറോ, പിന്നെ വേറെ UD ക്ലർക്ക്, LD ക്ലർക്ക്, പിന്നെ അതിന്റെ താഴെ അറ്റൻഡർ, അങ്ങനെ ഏറ്റവും താഴേക്കിട വരെ ഉണ്ടാവും. അപ്പൊ ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ പോലെ, ഒരു ഏണിയിൽ നമ്മൾ കയറുന്ന പോലെ തന്നെ ഏറ്റവും താഴെ, പിന്നെ അതിന്റെ മുകളിൽ അങ്ങനെ ഏറ്റവും അപ്പർ സ്റ്റേജിൽ അതിന്റെ ഏറ്റവും ഹെഡ് ആയിരിക്കും. അതാണ് അതോറിറ്റി. അപ്പൊ അങ്ങനെ
ഒരു ശ്രേണിയായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടാവും. ബൈ ദിസ് വി മീൻ ദാറ്റ് ദർ ഇസ് എ ഫേംലി ബിൽറ്റ് സ്ട്രക്ചർ ഓഫ് സബോർഡിനേഷൻ ആൻഡ് സൂപ്പർ ഓർഡിനേഷൻ. അപ്പൊ ഏത് ഓഫീസിൽ ചെന്നാലും നമുക്കിത് കാണാൻ പറ്റും ഈ സ്ട്രക്ചർ. അത് ഒരു സബോർഡിനേഷൻ ആൻഡ് സൂപ്പർ ഓർഡിനേഷൻ, കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥനും എപ്പോഴും അവിടെ ഉണ്ടാവും. ലോവർ ഓഫീഷ്യൽസ് ആർ സൂപ്പർവൈസ്ഡ് ബൈ ഹയർ വൺസ് ആൻഡ് ആർ ആൻസറബിൾ ടു ദം. ഇപ്പൊ ലോവർ ഓഫീഷ്യൽസ് ഒക്കെ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ അതിന്റെ ഹയർ ഓഫീഷ്യൽസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറ്റവര് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരും കൂടിയാണ്. ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സിസ്റ്റം ഈസ് ദാറ്റ് ഗവേൺഡ് പീപ്പിൾ ക്യാൻ എക്സ്പ്രസ് ദെയർ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലോവർ ഓഫീഷ്യൽസ് ബൈ അപ്പീലിംഗ് ടു ദ ഹയർ വൺസ്. അപ്പോൾ ലോവർ ഓഫീഷ്യൽസിന് എന്തെങ്കിലും ഇപ്പോൾ ലോവർ ഓഫീഷ്യൽസിന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹയർ ഓഫീഷ്യൽസിനെ അറിയിക്കാം. അങ്ങനെ അവരുടെ പരാതി തീർക്കാനും പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ബിഹേവിയർ ഓർ പെർഫോമൻസ് ഓഫ് എ ക്ലർക്ക്, ഒരു ക്ലർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ക്ലർക്കിന്റെ പെരുമാറ്റം അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സെക്ഷൻ ഓഫീസറെ അറിയിക്കാം. യു ക്യാൻ അപ്പീൽ ടു ദ, അവിടെയും പറ്റിയില്ലെങ്കിൽ ഹയർ ഓഫീഷ്യൽസിനെ ഈ കാര്യം അറിയിക്കാം. അപ്പോൾ അവരത് പരിഹരിക്കുകയും ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ബിഹേവിയർ ഓർ പെർഫോമൻസ് ഓഫ് എ ക്ലർക്ക് ഓർ സെക്ഷൻ ഓഫീസർ ഇൻ ആൻ ഓഫീസ്, യു ക്യാൻ അപ്പീൽ ടു ദ ഹയർ ഓഫീഷ്യൽ ടു സീക്ക് റെഡ്രസ്. ഇനി അടുത്ത തേർഡ് ഫീച്ചറാണ് ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ റിട്ടൺ ഡോക്യുമെന്റ്സ് ഓർ ഫയൽസ്. അപ്പൊ ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ഓഫീസിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എഴുതപ്പെട്ട ഡോക്യുമെന്റ്സിൽ അല്ലെങ്കിൽ ഫയലിൽ കൂടിയാണ്. കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കണം, എഴുതി സൂക്ഷിക്കുകയും വേണം ഫയലിൽ. അങ്ങനെയാണ് ബ്യൂറോക്രാറ്റിക് ഓഫീസുകളിൽ ജോലികളെല്ലാം നടക്കുക. ദേ ആർ പ്രിസർവ്ഡ് ആൻഡ് പ്രോപ്പർലി കെപ്റ്റ് ബൈ ക്ലർക്സ് ഹു ആർ സ്പെഷ്യലി അപ്പോയിന്റഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പൊ ഈ പർപ്പസിനായിട്ട് പ്രത്യേകം നിയമിക്കപ്പെട്ട ക്ലർക്കുമാരുണ്ട്. അത് ക്ലർക്കുമാരുടെ കടമയാണ് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക, എഴുതി സൂക്ഷിക്കുക എന്നുള്ളത്. ഈ ഡോക്യുമെന്റ്സ് വളരെ നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ദ വർക്ക് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്റ്റാഫ് ഈസ് ട്രെയിൻഡ് അക്കോർഡിംഗ്ലി. അപ്പൊ വർക്ക് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഓഫീസിലുള്ള ജോലികൾ അത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. ഓരോ സെക്ഷനിലും ഓരോ ജോലികളാണ്. ആൻഡ് സ്റ്റാഫ് ഈസ് ട്രെയിൻഡ് അക്കോർഡിംഗ്ലി. അവിടെയുള്ള സ്റ്റാഫ് അതനുസരിച്ച് ഓരോ തലത്തിലുള്ള സ്റ്റാഫുകളും അവരവരുടെ ജോലിയിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. A fully developed bureaucratic office demands the full working capacity of the staff. A fully developed bureaucratic office ആവശ്യപ്പെടുന്നത്, ശരിക്കുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസ് എന്ന് പറയുന്നത് ഡിമാൻഡ്സ് ദ ഫുൾ വർക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫിന്റെ ഫുൾ വർക്കിംഗ് കപ്പാസിറ്റി അവിടെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇൻ സച്ച് എ കേസ്, അങ്ങനെയുള്ള ആ പരിസ്ഥിതിയിൽ ഒഫീഷ്യൽ മേ ബി കമ്പൽഡ് ടു വർക്ക് ഓവർ ടൈം. അപ്പൊ അവര് സമയം കഴിഞ്ഞിട്ട് ഓവർ ടൈം വർക്ക് പോലും ചെയ്യേണ്ടതായിട്ട് വരും. Having looked the main features of a bureaucratic setup, let us now learn something about the officials that you have found repeatedly mentioned above. അപ്പോൾ ഇവിടെ കുറെ ബ്യൂറോക്രാറ്റിക് ഓഫീഷ്യൽസും അവരുടെ ഡ്യൂട്ടിയും അവരുടെ ശ്രേണി എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒഫീഷ്യൽസ് ഇൻ ബ്യൂറോക്രസി. ബ്യൂറോക്രസിയിലുള്ള ഒഫീഷ്യൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഈ ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ നമ്മൾ ഏത് ഓഫീസിൽ ചെന്നാലും, ഇപ്പൊ വില്ലേജ് ഓഫീസർ എടുത്താൽ അവിടെ ഹെഡ് ഉണ്ടാവും, വില്ലേജ് ഓഫീസർ. ഏറ്റവും താഴേക്കിടയിൽ അതിന്റെ താഴെ പല ശ്രേണികളുണ്ടാവും. ഏറ്റവും താഴെ അറ്റൻഡറോ സ്വീപ്പറോ ഒക്കെ വരും. അപ്പോൾ സ്വീപ്പർ ആണെങ്കിൽ അറ്റൻഡറെ ബഹുമാനിക്കണം, അറ്റൻഡർ ആണെങ്കിൽ അതിന്റെ മുകളിലുള്ള പ്യൂണെ ബഹുമാനിക്കണം പരസ്പരം. അതുപോലെ അതിന്റെ തൊട്ട് മുകളിലുള്ള ആരാണ് അവര് പറയുന്ന ഓർഡർ അനുസരിക്കാനും ബാധ്യസ്ഥരാണ് കീഴ് ഉദ്യോഗസ്ഥന്മാര്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിലുള്ള ആളുടെ വില്ലേജ് ഓഫീസറുടെ അധികാരത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അവിടുത്തെ ഹെഡ്. അതിന്റെ താഴെ സെക്രട്ടറി ഉണ്ടാവും, പിന്നെ മറ്റേ ക്ലർക്ക്, UD ക്ലർക്ക്, LD ക്ലർക്ക്, പിന്നെ പ്യൂൺ, അറ്റൻഡർ, സ്വീപ്പർ, അങ്ങനെ പോകും. അതുപോലെ നമ്മൾ ഏതെങ്കിലും സ്കൂളിന്റെ ഓഫീസുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ചെന്നാൽ അവിടെയെല്ലാം ഇതുപോലെയുള്ള ഒരു ഹൈറാർക്കിക്കൽ ശ്രേണി നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്
വെബർ മെൻഷൻസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒഫീഷ്യൽസ് ഇൻ എ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ്. ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ ഉള്ള ആ വ്യക്തികളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒഫീഷ്യൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഓഫീസ് വർക്ക് ഇസ് എ വൊക്കേഷൻ ഫോർ ഒഫീഷ്യൽസ്. ഓഫീസേഴ്സിനെ ഒരു വൊക്കേഷൻ, തൊഴിലാണെന്ന് ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഓഫീസ് വർക്ക് ഈസ് എ വൊക്കേഷൻ ഫോർ ഒഫീഷ്യൽസ്. അതിൻ്റെ ഇടയ്ക്ക് അവർ വേറെ ജോലികൾക്കൊന്നും പോകാൻ പാടില്ല. ഇത് തന്നെയാണ് അവരുടെ ഓഫീസ് വർക്ക് തന്നെയാണ് അവരുടെ വൊക്കേഷൻ. അപ്പോൾ ഓഫീസ് വർക്ക് ഈസ് എ വൊക്കേഷൻ ഫോർ ഒഫീഷ്യൽസ്. ദേ ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ ദെയർ ജോബ്സ്. ഓരോരുത്തർക്കും ഏത് ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് അവർക്കൊക്കെ അവരുടേതായ ജോലിക്ക് അവർ സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. ദേ ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ ദെയർ ജോബ്സ്. ഇനി their qualifications determine their position or rank in the office. ഇനി ഓഫീസിൽ അവരുടെ പൊസിഷൻ എന്താണ്, റാങ്ക് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണമെന്നും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. their qualifications determined, അവരുടെ ക്വാളിഫിക്കേഷനാണ് അവരെ അർഹരാക്കുന്നത് ഇന്ന പൊസിഷനിൽ, ഇന്ന റാങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ their qualifications determined their position or rank in the office. They are expected to do their work honestly. ഓരോരുത്തരും സത്യസന്ധമായിട്ട് തന്നെ അവരുടെ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. They are expected to do their work honestly. ഇനി their official positions also have a bearing on their personal lives. ഇനി ഒഫീഷ്യൽ പൊസിഷൻ, ഔദ്യോഗിക പദവി എങ്ങനെയാണ് അത് അനുസരിച്ചിട്ടുള്ള ജീവിത രീതികളായിരിക്കും അവർക്കുള്ളത്. ലെറ്റ് us see how bureaucratic officials enjoy high status in society. അപ്പോൾ അവരുടെ പദവി അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പപ്പ് ചെയ്യണ എങ്ങനെയാണെന്ന്. ബ്യൂറോക്രാറ്റിക് ഒഫീഷ്യൽസ് എൻജോയ് ഹൈ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. ഈ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, അവര് എൻജോയ് എ ഹൈ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ അവർക്കൊരു ഹൈ സ്റ്റാറ്റസ് ഉണ്ട്. ഓഫൺ ദെയർ ജോബ്സ് ക്യാരി ട്രാൻസ്ഫർ ലയബിലിറ്റീസ്. പക്ഷേ ചിലപ്പോൾ ഓഫീസ് വർക്ക് എന്ന് വെച്ചാൽ ഹൈ സാലറി ഉണ്ട്, മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു കുഴപ്പമുള്ളത് അവർ ട്രാൻസ്ഫർ കിട്ടിയാൽ പോകാൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ കളക്ടർമാരെ കണ്ടില്ല, അവർ എപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കും, എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സ്റ്റാറ്റസും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ എപ്പോഴും ട്രാൻസ്ഫർ കിട്ടിയാൽ പോകാൻ റെഡിയായിട്ട് നിന്നോളണം. ട്രാൻസ്ഫർ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കിട്ടും. അപ്പോൾ often their jobs carry transfer liabilities. By this we mean that they may be transferred from one place or department to another, leading to some instability in their professional and personal lives. അപ്പോൾ ഓരോരുത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇവരെ ട്രാൻസ്ഫർ ചെയ്യാം. By this we mean that they may be transferred from one place or department to another, leading to some instability in their professional and personal lives. അപ്പോൾ ഓരോരുത്തന്ന് വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിന് ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെ വേണം ഇതുപോലെയുള്ള ഉദ്യോഗങ്ങളൊക്കെ സ്വീകരിക്കാൻ. ഒഫീഷ്യൽ റിസീവ്സ് സാലറീസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊഡക്ടിവിറ്റി ബട്ട് സ്റ്റാറ്റസ്. ഈ ഒഫീഷ്യൽസിന് അവർ പ്രൊഡക്ടിവിറ്റി ഒന്നും നോക്കിയിട്ടല്ല, അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അവർക്ക് സാലറി കിട്ടുക. ഒഫീഷ്യൽ റിസീവ് സാലറീസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊഡക്ടിവിറ്റി ബട്ട് സ്റ്റാറ്റസ്. ഇപ്പോൾ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ബോണസ്, സാലറി ഒക്കെ കൊടുക്കുക അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും കൂടി നോക്കിയിട്ടാണ്. പക്ഷെ ഈ ബ്യൂറോക്രാറ്റിക് ഓഫീഷ്യൽസിന് സാലറി കിട്ടണത് പ്രൊഡക്ടിവിറ്റി അവിടെ ഒന്നും നോക്കാനില്ല. അവർക്ക് അവരുടെ സ്റ്റാറ്റസിന് അനുരൂപമായിട്ടുള്ള നല്ല സാലറിയാണ് അവർക്ക് ലഭിക്കുക. ദ ഹയർ ദെയർ റാങ്ക്, ഇനി അവരുടെ റാങ്ക് എത്ര ഹയർ ആണോ അത് ഹയർ ദെയർ സാലറീസ്, അതനുസരിച്ച് അവരുടെ സാലറി നല്ല ഹയർ ആകും. അപ്പൊ ഓരോ റാങ്കിനും ഓരോ സാലറി ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് പേഴ്സണ്, ഏറ്റവും മുകളിലുള്ള ആൾക്ക് വളരെ ഭീമമായിട്ടുള്ള തുക തന്നെ സാലറി ആയിട്ട് കിട്ടും. അപ്പൊ ദ ഹയർ ദെയർ റാങ്ക് ദ ഹയർ ദെയർ സാലറീസ്. ദേ ഓൾസോ റിസീവ് ബെനിഫിറ്റ്സ് ലൈക്ക് പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട്, മെഡിക്കൽ ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പൊ ഇതിനൊക്കെ പുറമെ, സാലറിക്ക് പുറമെ ദേ ഓൾസോ റിസീവ് ബെനിഫിറ്റ്സ് ലൈക്ക് പെൻഷൻ ഉണ്ടായിരിക്കും, പ്രൊവിഡന്റ് ഫണ്ട് കിട്ടും, മെഡിക്കൽ അതുപോലെയുള്ള മറ്റു ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. ദെയർ ജോബ്സ് ആർ കൺസിഡേർഡ് വെരി സെക്യൂർ. ജോബ്സിനെ കുറിച്ച്
പറയണമെങ്കിൽ വളരെ സുരക്ഷിതമാണ് അവർ. ദെയർ ജോബ്സ് ആർ കൺസിഡേർഡ് വെരി സെക്യൂർ. അവരുടെ ജീവിതത്തിൽ ശരിക്കും സുഖമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദെയർ ജോബ്സ് ആർ കൺസിഡേർഡ് വെരി സെക്യൂർ. ഒഫീഷ്യൽസ് എൻജോയ് ഗുഡ് കരിയർ പ്രോസ്പെക്ട്സ്. അതുപോലെ തന്നെ അവർക്ക് നല്ല ഒഫീഷ്യൽസിന് നല്ല കരിയർ പ്രോസ്പെക്ട്സ്, ഭാവിയിൽ അവർക്ക് കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒഫീഷ്യൽസിന് ഉണ്ടാകാറുണ്ട്. ദേ ക്യാൻ മൂവ് ഫ്രം ദ ലോവർ റങ്സ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ലാഡർ ടു ഹയർ വൺസ്. അപ്പൊ ചിലപ്പോൾ താഴേക്കിടയിൽ നിന്ന് ഏറ്റവും മുകളിൽ വരെ എത്താം. അപ്പൊ അതിനിടയ്ക്ക് അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണങ്ങളിലോ നിരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ മുന്നിലേക്ക് വന്നാൽ they can move from the lower ranks of the bureaucratic ladder to higher one if they work in a disciplined manner. ഒരു ഡിസിപ്ലിൻഡ് മാനറിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ ഉയർന്ന പദവിയിൽ തന്നെ എത്തിച്ചേരാൻ പറ്റും. താഴേക്കിടയിലുള്ള ബ്യൂറോക്രാറ്റിക് ആ സിസ്റ്റത്തിൽ ഏറ്റവും താഴെയിലുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ഡിസിപ്ലിൻഡ് മാനറിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസും മറ്റും കാര്യങ്ങളും ഒക്കെ ആർജിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് ഏറ്റവും ഹയർ പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒഫീഷ്യൽസ് എൻജോയ് ഗുഡ് കരിയർ പ്രോസ്പെക്ട്സ്. ദേ ക്യാൻ മൂവ് ഫ്രം ദ ലോവർ റങ്സ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ലാഡർ ടു ഹയർ വൺ ഇഫ് ദേ വർക്ക് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ. അപ്പം ഇതെല്ലാമാണ് ബ്യൂറോക്രസിയുടെ പ്രത്യേകത. ഒഫീഷ്യൽസിൻ്റെ ഡ്യൂട്ടി, അതുപോലെ അവരുടെ അധികാരങ്ങളും അവർക്കുള്ള സൗകര്യങ്ങളും. ഇപ്പോൾ മേജർ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, അതുപോലെ തന്നെ വാട്ട് ആർ ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് പ്രത്യേകം പഠിച്ചേക്കുക. ഇൻ ഓർഡർ ദാറ്റ് ബ്യൂറോക്രസി മേ ഫങ്ഷൻ അഡ്യൂക്കറ്റ്ലി ഇറ്റ് റിലൈസ് ഓൺ certain rules and regulations. അതിൽ ഫസ്റ്റ് വൺ, ആക്ടിവിറ്റീസ് വിച്ച് കംപ്രൈസ് ബ്യൂറോക്രസി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഒഫീഷ്യൽസ് ഇൻ ദ ഫോം ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എന്നുള്ള രീതിയിലാണ് അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ദർ ഈസ് സ്റ്റേബിൾ ഓർ റെഗുലർ സിസ്റ്റം ബൈ വിച്ച് ഒഫീഷ്യൽസ് ആർ വെസ്റ്റഡ് വിത്ത് അതോറിറ്റി. ദിസ് അതോറിറ്റി സ്ട്രിക്ട്ലി delimited by the laws of the land. There are strict and methodical procedure which ensure that officials perform their duties adequately. ഓരോരുത്തരും അവരവരുടെ ജോലികൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും നന്നായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്യൂട്ടീസ് ഏറ്റവും ശരിയായിട്ട് കൃത്യനിർവഹണം നടത്താൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അത് അത് ഫസ്റ്റ് ഫീച്ചറാണ് ഈ പറഞ്ഞേക്കാം. ഇനി സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫീച്ചർ ഓഫ് ബ്യൂറോക്രസി ഇസ് ദാറ്റ് ദർ ഈസ് എ ഹൈറാർക്കി ഓഫ് ഒഫീഷ്യൽസ് ഇൻ അതോറിറ്റി. അതോറിറ്റിയിൽ തന്നെ ശ്രേണികളാണുള്ളത് ആ ഒഫീഷ്യൽസിൻ്റെ. താഴേക്കിടയിൽ നിന്ന് ഏറ്റവും മുകളിൽ വരെ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഏറ്റവും മേലധികാരി ഏറ്റവും മുകളിലുള്ള ആളാണ് അവിടുത്തെ സുപ്പീരിയർ. ഇപ്പോൾ കളക്ടറേറ്റിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള അതോറിറ്റിയാണ് കളക്ടർ. അതുപോലെ വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഇപ്പോൾ ഒരു സ്കൂൾ എടുത്താൽ അവിടുത്തെ HM, അതുപോലെ ഏറ്റവും താഴേക്കടലിലുള്ളത് അവിടുത്തെ സൂപ്പർ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡിവിഷൻസും ഉണ്ട്. ഓരോ ഡിവിഷനിലും എല്ലായിടത്തും കീഴ് ജീവനക്കാരും ഉണ്ട്, മേൽ ജീവനക്കാരും ഉണ്ട്. അപ്പൊ മേൽ ജീവനക്കാരുടെ ആജ്ഞേന കീഴ് ജീവനക്കാരെ ശരിക്കും അനുസരിക്കണം. അതുപോലെ ഓരോരുത്തരും അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. എന്തെങ്കിലും ജോലിയിൽ വീഴ്ച വന്നാൽ അതിനെ ചോദ്യം ചെയ്യാനും അവിടെ അവർക്ക് അതിൻ്റെ മേലുള്ള ആളുകൾക്ക് അധികാരമുണ്ട്. അതുപോലെ വരുന്നവർക്ക് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഇവരുടെ വർക്കുകളിൽ ഉണ്ടെങ്കിൽ മേലധികാരികളോട് അതിനെക്കുറിച്ച് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് അവിടെ. അതുപോലെ അത് പരാതി കേട്ടാൽ അത് പരിഹരിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ്. ശരിക്കുള്ള നല്ല ബ്യൂറോക്രാറ്റിക് ഓഫീസുകളിൽ പരാതികൾ വന്നാൽ ഉടനെ തന്നെ അത് പരിഹരിക്കപ്പെടും. അതുപോലെ ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ഓഫീസർ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ റിട്ടേൺ ഡോക്യുമെന്റ്സ് ഓർ ഫയൽസ്. അപ്പൊ ബ്യൂറോക്രാറ്റിക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് റിട്ടേൺ ഡോക്യുമെന്റ്സിൽ കൂടിയാണ്. ഫയലുകളിൽ കാര്യങ്ങൾ ജോലികളുടെ വ്യക്തത എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ
എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഓരോ കാര്യങ്ങളും ശരിക്ക് റെക്കോർഡ് ചെയ്തിട്ട് വേണം, ഫയലിൽ റെക്കോർഡ് ചെയ്ത് വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട്. ദേ ആർ പ്രിസർവ്ഡ് ആൻഡ് പ്രോപ്പർലി കെപ്റ്റ് ബൈ ക്ലർക്സ് ഹു ആർ സ്പെഷ്യലി അപ്പോയിന്റഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടി ക്ലർക്കുകളെ നിയമിച്ചിട്ടുണ്ട്. ദ വർക്ക് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഇസ് ഹൈലി സ്പെഷ്യലൈസ്ഡ്. അതായത് ഓരോ സെക്ഷനിലുള്ള ആൾക്ക് ഓരോ ജോലിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഹൈലി സ്പെഷ്യലൈസ്ഡ്. ദ വർക്ക് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്റ്റാഫ് ഈസ് ട്രെയിൻഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഓരോ ശ്രേണിയിലുള്ള സ്റ്റാഫുകളും അവരവരുടെ വർക്ക് ചെയ്യാനായിട്ട് ശരിക്ക് ട്രെയിൻഡും ആയിരിക്കും. ദ വർക്ക് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഈസ് ഹൈലി specialized and staff is trained accordingly. A fully developed bureaucratic office demands the full working capacity of the staff. അപ്പോൾ ശരിക്ക് ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസ് നല്ല ഫുള്ളി ഡെവലപ്ഡ്, ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ഓഫീസ് ഡിമാൻഡ്സ് ചെയ്യുന്നത് ഫുൾ വർക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റാഫിന്റെ ഫുൾ വർക്കിംഗ് കപ്പാസിറ്റി അവിടെ പ്രയോഗിക്കണം എന്നാണ് fully developed bureaucratic office demand ചെയ്യുന്നത്. ഇൻ സച്ച് എ കേസ് ഒഫീഷ്യൽ മേ ബി കമ്പൽഡ് ടു വർക്ക് ഓവർ ടൈം. അപ്പൊ ഇങ്ങനെയുള്ള ആ കണ്ടീഷനിൽ ഒഫീഷ്യൽസ് ചിലപ്പോൾ കമ്പൽഡ് ടു ഡു വർക്ക് ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഹാവിംഗ് ലുക്ക് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒഫീഷ്യൽസ് ഇൻ ബ്യൂറോക്രസി അതും എന്താണെന്ന് മനസ്സിലാക്കി. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഓഫീസ് വർക്ക് ഈസ് എ വൊക്കേഷൻ ഫോർ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസിന് ഉദ്യോഗസ്ഥർക്ക് ഒരു വൊക്കേഷൻ, തൊഴിലാണ് ഓഫീസ് വർക്ക്. അതായത് അതാണ് അവരുടെ തൊഴിൽ, വേറൊരു തൊഴിലിന് അവർ പോകാൻ പാടില്ല. അതിൽ തന്നെ ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഓഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റിക് ഓഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ സ്ഥലത്തിനനുസരിച്ചിരിക്കും. ഒരു സ്ഥലത്ത് ഭരണം മാറി മാറി വരാം, പല പാർട്ടികളുണ്ടാകും, പ്രതിപക്ഷ പാർട്ടിയാവും അല്ലെങ്കിൽ ഭരണപക്ഷവും ഒക്കെ. ഇവര് ആർക്കും അനുകൂലമായിട്ടില്ല, നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് വേണം ഇവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓഫീസ് വർക്ക് ഇസ് എ വൊക്കേഷൻ ഫോർ ഒഫീഷ്യൽസ്. ദേ ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ ദെയർ ജോബ്സ്. അവരുടെ ജോബ്സിന് അവർ വെരി സ്പെഷ്യലി ട്രെയിൻഡ് ആയിരിക്കും. ദെയർ ക്വാളിഫിക്കേഷൻ ഡിറ്റർമിൻ ദെയർ പൊസിഷൻ ഓർ റാങ്ക് ഇൻ ദ ഓഫീസ്. അപ്പോൾ ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷനാണ് അവരുടെ ആ ഓഫീസിലെ പൊസിഷനും റാങ്കും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇന്ന പോസ്റ്റിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ട്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആളാണ് ആ പോസ്റ്റിൽ നിയമിതനാകുന്നത്. അതുകൊണ്ട് ദെയർ ക്വാളിഫിക്കേഷൻ ഡിറ്റർമിൻ ദെയർ പൊസിഷൻ ഓർ റാങ്ക് ഇൻ ദ ഓഫീസ്. പിന്നെ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദെയർ വർക്ക് ഓണസ്റ്റ്ലി. എല്ലായിടത്തെ പോലെ എല്ലാ ഓഫീസിലും ഇത് ശരിയായിരിക്കണം. ഇങ്ങനെ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദെയർ വർക്ക് ഓണസ്റ്റ്ലി. എന്തെങ്കിലും ചെയ്തു പോവുകയല്ല, അവരുടെ ജോലി അവർ വളരെ സത്യസന്ധമായിട്ട് നിർവഹിക്കണം. കാരണം അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പൊ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദെയർ വർക്ക് ഓണസ്റ്റ്ലി. ഇനി ദ ഒഫീഷ്യൽ പൊസിഷൻ ഓൾസോ ഹാവ് ബിയറിംഗ് ഓൺ ദെയർ പേഴ്സണൽ ലൈഫ്സ്. അപ്പോൾ ഒഫീഷ്യൽ പൊസിഷൻ അനുസരിച്ച് തന്നെ അവർക്കൊരു പേഴ്സണൽ ലൈഫും ഉണ്ട്. ഉന്നത പദവിക്ക് ഉന്നത ജീവിത സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. ബ്യൂറോക്രാറ്റിക് ഒഫീഷ്യൽസ് എൻജോയ് ഹൈ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. അതുകൂടാതെ അവർക്ക് അപ്പോൾ ഉന്നത പദവി, ഉന്നത സാലറി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഹൈ സ്റ്റാറ്റസും സൊസൈറ്റിയിൽ ഉണ്ടാവും. ബ്യൂറോക്രാറ്റിക് ഒഫീഷ്യൽസ് എൻജോയ് ഹൈ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. ഓഫൺ ദെയർ ജോബ്സ് ക്യാരി ട്രാൻസ്ഫർ ലയബിലിറ്റീസ്. പിന്നെ ഒരു കുഴപ്പമുള്ളത്, ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടും. ട്രാൻസ്ഫറിന് എപ്പോഴും തയ്യാറായിട്ട് ഇരിക്കണം. അപ്പോൾ ഒരു ട്രാൻസ്ഫറിനുള്ള ലയബിലിറ്റീസ് എപ്പോഴും ഇവർക്ക് ഉണ്ടാവും. ബൈ ദിസ് വി മീൻ ദാറ്റ് ദേ മേ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് or one department to another. The official receives salaries not in accordance their പ്രൊഡക്ടിവിറ്റി ബട്ട് സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അല്ലാണ്ട് അവിടെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടല്ല അവർക്ക് സാലറി കൊടുക്കുന്നത്. ഹയർ ദെയർ റാങ്ക് ഹയർ ദെയർ സാലറീസ്. അങ്ങനെയാണ്. എത്ര ഹയർ ആണോ അവരുടെ റാങ്ക് അതനുസരിച്ച് അവരുടെ സാലറി ഹയർ ആയിരിക്കും. ദേ ഓൾസോ റിസീവ് ബെനിഫിറ്റ്സ് ലൈക്ക് പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട്, മെഡിക്കൽ ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പൊ ഈ ഫെസിലിറ്റീസ് എല്ലാം അവർക്ക് ലഭിക്കും. ദെയർ ജോബ്സ് ആർ കൺസിഡേർഡ് വെരി സെക്യൂർ. വളരെ സുരക്ഷിതമായിട്ടുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയാം. Their jobs are considered very secure. Official enjoy good career prospects. ഒഫീഷ്യലിന് വളരെ കരിയർ പ്രോസ്പെക്ട്സ് ഉണ്ട്. ഭാവിയിൽ അവരുടെ തൊഴിലിന് വളരെ
അധികം പുരോഗമിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. അപ്പോൾ ദേ ക്യാൻ മൂവ് ഫ്രം ദ ലോവർ റങ്സ് ഓഫ് ദ ബ്യൂറോക്രാറ്റിക് ലാഡർ ടു ഹയർ വൺ. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും അവൻ ഏറ്റവും ഹയർ പോസ്റ്റിൽ എത്താനുള്ള അവകാശവും അവസരവും അവിടെ ലഭിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കുകയും പഠിക്കുകയും ക്വാളിഫിക്കേഷൻസ് നേടുകയും ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പാസ്സാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോവർ പൊസിഷനിലുള്ള ആൾക്കും ഏറ്റവും ഹയർ പോസ്റ്റിൽ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് ഒഫീഷ്യൽ എൻജോയ് ഗുഡ് കരിയർ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്. ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അതായത് മാക്സ് വെബർ എന്നുള്ള യൂണിറ്റ്, തേർഡ് ബ്ലോക്ക് ഓഫ് ദ യൂണിറ്റ് ഓഫ് സോഷ്യൽ തിയറീസ്, അത് ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു.